കൊലോസ്യർ 4:2 വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ഒന്നും കൂടെ ഒന്ന് വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനത്തെ ശ്രദ്ധിക്കുക. എല്ലാവരും നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. യെസ്, വായിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വായിച്ചേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അപ്പം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അതായത് നന്ദിയുള്ള ഹൃദയത്തോടെ ജാഗ്രതയോടെ പ്രാർത്ഥനയിൽ തുടരുക. അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യയിലെ ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്റെ ആത്മാവ് കത്തിക്കൊണ്ടിരിക്കുക. ശക്തമേറിയ ഒരു ദൂത് ദൈവസഭയ്ക്ക് തരികയാണ്. താൻ പറയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. എങ്ങനെ ഉറ്റിരിക്കണം? ജാഗ്രതയോടും സ്തോത്രത്തോടും നന്ദിയോടും എന്ത് ചെയ്തിരിക്കണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രേയറിൽ കണ്ടിന്യൂ ചെയ്യണം. വെറുതെ അലക്ഷ്യമായി പ്രാർത്ഥന, വാച്ച്ഫുൾ ആയിരിക്കണം. വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പ്രേ വിത്ത് താങ്ക്സ് ഗിവിംഗ്, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം പ്രാർത്ഥന ഒരു ക്രിസ്തീയമായ ആക്ടിവിറ്റി അല്ല, ക്രിസ്തീയ ജീവിതത്തിലെ ചടങ്ങല്ല. പ്രാർത്ഥന ഒരു ലൈഫ് ലൈൻ ആണ്, ഒരു ജീവനാഡി പോലെ, ജീവൻ പോലെ നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥന. പ്രാർത്ഥിക്കാതെ, ഇനി ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കാതെ ജീവിതം മുന്നോട്ട് പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ജീവിതം വളരെ വീക്കാവും, ബലമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നാം സ്ട്രോങ് ആയി ബലപ്പെട്ട് പലതിനെയും ജയിച്ചു കയറാൻ ദൈവം നമ്മെ സഹായിക്കും. ഇത് ആരാ പറയുന്നതെന്ന് അറിയാമോ? ശ്രേഷ്ഠ അപ്പോസ്തലൻ. ഇനി ശ്രദ്ധിച്ചോളൂ, ആരാ പറയുന്നേ? ശ്രേഷ്ഠ അപ്പോസ്തലൻ. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, സ്വർഗീയ ദർശനങ്ങളെ ദൈവം കാണിക്കുന്ന, കർത്താവിന് വേണ്ടി എരിവോടെ നിൽക്കുന്ന ശ്രേഷ്ഠ അപ്പോസ്തലൻ. അദ്ദേഹം പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉച്ചരിക്കുക മാത്രമല്ല, ഇനിയുള്ള വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. 4:2 നമ്മൾ പറയുന്നു, നമുക്ക് കേട്ടാ തോന്നും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിന്റെ 3ഉം 4ഉം വാക്യം ഒന്ന് വായിച്ചേ. 3ഉം 4ഉം വാക്യം ഒന്ന് വായിച്ചേ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തന്നിരിക്കുകയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഞാൻ ഈ ബന്ധിക്കപ്പെടാൻ കാരണം ക്രിസ്തുവിന്റെ മർമ്മമാണ്, സുവിശേഷമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, വീണ്ടും എനിക്ക് സുവിശേഷത്തിൽ, കാരണം ഞാൻ ജയിലിലായാലും ഗുണമായി, ചിലരും കൂടെ ചിലരോട് സുവിശേഷം പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രതിസന്ധിയിലായാലും ഏറ്റവും ഗുണമായ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാ പറയുന്നേ? അപ്പോസ്തലൻ പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സുവിശേഷത്തിന്റെ വാതിൽ തുറക്കുക മാത്രമല്ല, അത് വേണ്ടവണ്ണം വെളിപ്പെടാൻ, അവരോട് പറയാൻ തക്കവണ്ണം എന്നെ ദൈവം ബലപ്പെടുത്താൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്ര വിലയേറിയതാണ്. ശ്രേഷ്ഠ അപ്പോസ്തലൻ സാധാരണ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പോസ്തലൻ. അപ്പോസ്തലൻ ഇവിടെ കൊലോസ്യരോട് പറയാ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, നിങ്ങൾ ജാഗ്രതയോടെ പ്രാർത്ഥനയെ തുടരണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥന അത്യാവശ്യമായ കാര്യമാണ്. എല്ലാവർക്കും വേണ്ടതാണ് പ്രാർത്ഥന. നമ്മുടെ മാതൃക ആരാ? യേശു കർത്താവ്. എബ്രായർ 5 പറയുന്നു, യേശു ഈ ഭൂമിയിൽ തന്റെ ഐഹിക ജീവിതകാലത്ത് താൻ പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ചു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു. പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി.
അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കണം. ശ്രേഷ്ഠ അപ്പോസ്തലൻ വരെ പറയും, ഞാൻ നിൽക്കാൻ, എനിക്ക് വാതിൽ തുറക്കാൻ, എനിക്ക് വേണ്ടവണ്ണം കാര്യങ്ങൾ നടത്താൻ, പ്രസംഗിക്കാൻ, സംസാരിക്കാൻ, ബലം കിട്ടാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വേണ്ടവണ്ണം നടക്കാനും ചിലതൊക്കെ തുറന്നു കിട്ടാനും നമ്മളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനാ ഈ മെസ്സേജ് പറയിപ്പിക്കുന്നതെന്നറിയാമോ? ഇനിയുള്ള ആഴ്ചകളിൽ ഈ ദൂത് കൈമാറി ചിലതിനൊക്കെ തുറന്നു വരേണ്ടതിന്, നിന്റെ ജീവിതത്തിൽ തുറന്നു വരാനോ വേണ്ടവണ്ണം ചില കാര്യങ്ങൾ ശരിയാകാനുണ്ട്. അതൊക്കെ ശരിയാകാനും തക്കവണ്ണം ദൈവപ്രവൃത്തിയുടെ സമയമായെന്ന് ദൈവാത്മാവ് അറിയിക്കാനാണ് ഈ ദൂതിനെ കൈമാറുന്നത്. അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചില വാതിൽ തുറക്കാം. എന്തിനു വേണ്ടി തുറക്കണമോ അതിനു വേണ്ടി വാതിൽ തുറക്കണം. പൗലോസ് ആഗ്രഹിച്ച വാതിൽ, സുവിശേഷത്തിന്റെ വാതിൽ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്തിന്റെയൊക്കെ വാതിൽ തുറക്കണമോ അടയപ്പെട്ടത് തുറപ്പാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എന്തൊക്കെ വേണ്ടവണ്ണം ശരിയാകാനുണ്ടോ അതൊക്കെ ശരിയാക്കാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലതിനോട് ദൂത് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ ജീവിതത്തിൽ തുറക്കേണ്ട തുറന്നു വരും ദൈവം. കഴിഞ്ഞ നാളിൽ ശത്രു അടച്ചതോ, നിന്റെ ഭാവിയുടെ മുമ്പിൽ കൊട്ടി അടച്ചതോ, നിന്റെ തലമുറയുടെ മുമ്പിൽ ഇല്ലാതാക്കിയതോ എല്ലാം തുറന്നു വരാൻ. ഫിലിപ്പിയർ 1:12, 1:19. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം 19-ാമത്തെ തിരുവചനവും. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന്. ഞാൻ ഇപ്പൊ ബന്ധിക്കപ്പെട്ടു പോയത് ഭാരപ്പെടണ്ട. ഇപ്പൊ വാതിൽ തുറന്നേക്കാം. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് പ്രാർത്ഥിക്കുന്നവനോട് ദൂത് പറയാൻ. സംഭവിച്ച കെടുതികളും പ്രശ്നങ്ങളും നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. സംഭവിച്ചു പോയി, പക്ഷെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. 19 എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? 19 നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. എന്താ എന്റെ ഉറപ്പെന്താണെന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥന കാരണം ഇതെനിക്ക് രക്ഷാകാരണമായി തീരും. ദൈവാത്മാവ് എന്നെ സഹായിക്കും. അപ്പൊ ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും ഫിലിപ്പിയ സഭയെ നിങ്ങൾ പ്രാർത്ഥിച്ചു. കൊലോസ്യരെ നിങ്ങൾ പ്രാർത്ഥിര്, നിങ്ങളും പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ വിടുതലായി തീരും, സംഭവിച്ചത് ഗുണത്തിനായി തീരും. ആ വാക്ക ശ്രദ്ധിക്കണ്ട. നിങ്ങളുടെ പ്രാർത്ഥന അതാണ്. നിങ്ങളുടെ ആരാ പറയുന്നേ? പൗലോസ് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവാത്മാവിന്റെ സഹായത്താൽ അത് ഞങ്ങൾക്ക് രക്ഷയായി മാറും. അപ്പൊ തമ്മിൽ പരസ്പരം പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം എന്താ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി വേറെ ചിലർ പ്രാർത്ഥിക്കുന്നതും വിടുതലായി മാറുന്നു. അതാ കൂട്ടായ്മയുടെ ബലം എന്ന് പറയുന്നത്. അതേ പൗലോസിന് അന്ന് പറയേണ്ട കാര്യമുണ്ടോ? ദൈവം നേരിട്ട് വിളിച്ച ദൈവിക ദർശനങ്ങൾ കാണിച്ച ഇത്ര വലിയ ശ്രേഷ്ഠ അപ്പോസ്തലൻ. അന്നത്തെ കാലത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പൗലോസ് പറഞ്ഞു, നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നത് എത്ര മണിക്കൂർ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നറിയാം. എന്നാലും ഞാൻ പറയണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ പൗലോസ് ഫിലിപ്പിയിലും കൊലോസിലും എഴുതുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയും. എന്നിട്ട് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരിക. കൊലോസ്യർ 4:2 നന്ദിയോടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. 3 വാക്കാണ്. 1 പ്രാർത്ഥനയിൽ തുടരുക. ഉറക്കെ പറ, തുടരുക. ഇടപെടാതെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അതായത് പ്രാർത്ഥന, ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ഒക്കേഷൻ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള പ്രാർത്ഥനയായി മാറില്ല. അല്ലെങ്കിൽ പ്രശ്നം വരുമ്പോൾ, പ്രോബ്ലംസ് വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയായിട്ട് മാറില്ല നമ്മുടെ ജീവിതം. ചർച്ച് സർവീസിൽ വരുമ്പോൾ, കൂട്ടായ്മയിൽ ഫെലോഷിപ്പിൽ വരുമ്പോഴുള്ള പ്രാർത്ഥനയായി നമ്മുടെ ജീവിതം മാറരുത്. പകരം അത് ഡെയിലി ബേസിസ് ആയി മാറും. നമ്മൾ സാധാരണ പ്രശ്നം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ, ചിലപ്പോൾ കൂട്ടായ്മയിൽ വരുമ്പോൾ ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനല്ല. നമ്മുടെ ജീവിതം നിരന്തരമായി പ്രാർത്ഥനയിലായിരിക്കാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാനിയേൽ. ദാനിയേലിന് മുമ്പിൽ പ്രശ്നം വന്നപ്പോൾ ബൈബിൾ പറയുന്നുണ്ട്, ദാനിയേൽ 6:10 അവൻ എന്നും വരുന്ന പോലെ പറ, എന്നും ഉള്ളതുപോലെ. ആർക്കും വചനം അറിയത്തില്ലേ? രാവിലെ ഉച്ചയ്ക്കും 3 നേരം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. നിങ്ങൾ റെസ്പോണ്ട് അറിയാവുന്ന വചനം കൊണ്ട് തിരിച്ചു പറഞ്ഞു. അപ്പം പ്രശ്നം വന്നപ്പം എന്നും പണ്ട് വന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചു. ദൈവിക വിടുതൽ വെളിപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉള്ളവരായി നമ്മുടെ ജീവിതം മാറണം. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നുണ്ട്,
17-18 ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എങ്ങനെ? ഇടവിടാതെ. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്തോത്രത്തോടെ പ്രാർത്ഥിപ്പീൻ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മീയ വർധനവിന്, ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നതിന്, ശത്രുവിൽ നിന്ന് പോരാട്ടത്തിൽ നിന്നും ശത്രുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് ജയം പ്രാപിക്കുന്നതിന് ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രശ്നം വരുന്നത് മാത്രമല്ല, അങ്ങനെ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആത്മീയമായി ബലം പ്രാപിക്കും. ദൈവത്തിൽ നിന്ന് ആലോചന ദൈവം പറഞ്ഞു തരും. ദൈവിക പ്രൊട്ടക്ഷൻ, ശത്രു വരുന്ന ടെംപ്റ്റേഷനിൽ നിന്ന് നമുക്ക് ജയം പ്രാപിപ്പാനിട. അതുകൊണ്ട് നമ്മെ കുറിച്ച് നമ്മൾ വായിച്ച കൊലോസ്യർ 4:2 പറയുന്നു, ഇടപെടാതെ എന്ത് ചെയ്യുവാൻ? പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. അതിന്റെ ഗ്രീക്ക് വാക്ക് പറയുന്നത് അതി തന്നെ തുടരും, വിടാതെ പിന്തുടരുക. അതിന്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം. എന്തായി തീരുക? ലൈഫ്. നമ്മൾ പറയാല്ലേ എന്റെ ലൈഫ് സ്റ്റൈൽ ആണെന്ന് പറയത്തില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതാ, എനിക്ക് ഉൾപ്പെടെ, പേടിക്കണേ, എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാ. രാവിലെ എഴുന്നേൽക്കും നമുക്ക് എന്തോ വേണം? ചായ വേണ്ടേ? ചായ വേണം. അത് ലൈഫ് സ്റ്റൈലാ. അത് കട്ടനെങ്കിലും രാവിലെ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്നത് ലൈഫ് സ്റ്റൈലാ. ഇനി അടുത്ത ചിലർക്ക് നമുക്കൊരു എത്ര, ഒരു 3:30 കൂട്ടി പറയാം. ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 4:30-5 മണി, 3:30ക്കും 5 മണിക്കും 5:15 ചായ കുടിച്ചില്ലെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ആയവർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ചോദിച്ചത് തലവേന ഉണ്ടാവും. ചിരിക്കുന്നത് ഉള്ളതാ. അത് ലൈഫ് സ്റ്റൈലാ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്ര യാത്ര ചെയ്യാലും എവിടെയാലും എന്തെങ്കിലും സാധനം കിട്ടണം. ലൈഫ് സ്റ്റൈലാ എന്ന് പറയുന്ന പോലെ പ്രാർത്ഥന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഇന്ന ആൾ ഇന്ന് രാവിലെ എഴുന്നേറ്റാ അവൻ പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇതിന്റെ അകത്ത് ചിലത് തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ആയിട്ട് പ്രാർത്ഥന. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ലൈഫ് സ്റ്റൈലിൽ വളർത്തിയിരിക്കണം. പ്രാർത്ഥിക്കാതെ വ്യക്തിപരമായി വീട്ടിന്റെ റൂമിന്റെ അകത്ത് ഇരുന്ന് ഒരു 2 മിനിറ്റെങ്കിലും കുഞ്ഞിന്റെ പ്രായം അനുസരിച്ച്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിളിന്റെ ഒരു ലൈനെങ്കിലും വായിച്ച്, സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാതെ നീ സ്കൂളിൽ പോകണ്ട എന്ന് ഉറപ്പിച്ച് ട്രെയിൻ ചെയ്ത്, ഹല്ലേലൂയ, അതിൽ ഹല്ലേലൂയ, ഇടിയപ്പൻ 2 കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല, ദോശ ഒരെണ്ണം കുറച്ച് കഴിച്ചാലും സമയം പോയാലും കുഴപ്പമില്ല, ഇത് ചെയ്തിട്ട് നീ സ്കൂളിൽ പോയാൽ മതിയെന്ന് നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് മിറക്കലായി മാറും. 2 ആഴ്ച പഠിപ്പിച്ചാൽ മതി, 3-ാമത്തെ ആഴ്ച തൊട്ട് തന്നെ അത് ചെയ്തോളൂ. ലൈഫ് സ്റ്റൈലായി മാറുക. പ്രാർത്ഥന എന്തായി തീരുക? ലൈഫ് സ്റ്റൈൽ. അപ്പം ഒന്ന് അത് പ്രാർത്ഥനയെ തുടരെ കണ്ടിന്യൂ ചെയ്യണം. ഇതിനിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷമമാണ്. അതാ യേശു പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ. ഉപമ പറഞ്ഞു മടുത്തു പോയ. ലൂക്കോസ് 18 പറയുന്നു മടുത്തു പോകാതെ വീണ്ടും മുട്ടിയാ മതി. കിട്ടിയില്ല വീണ്ടും മുട്ടിക്കോ. നമ്മൾ ഇന്ന് ഒന്നിച്ച് വായിച്ച ലൂക്കോസ് 11 അവിടെയും പറയുന്നു നിങ്ങൾ യാചിപ്പീൻ, ചോദിപ്പീൻ, കിട്ടും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സ്വർഗത്തിലെ അപ്പനോട് ചോദിക്കുന്ന പോലെ വന്ന് ചോദിപ്പീൻ. സ്നേഹിതന്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. തന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ തനിക്ക് കൊടുക്കാനില്ല, അതുകൊണ്ട് ഈ മനുഷ്യൻ ഓടി. അതായത് എ എന്ന മനുഷ്യന്റെ വീട്ടിൽ ബി എന്ന് പറയുന്ന ഗസ്റ്റ് വന്നു. രാത്രി ആയപ്പോൾ തന്റെ എ എന്ന വീട്ടിൽ എല്ലാം തീർന്നു, ബിക്ക് കൊടുക്കാൻ സാധനമില്ല. അപ്പോ എക്കാരൻ എന്ന് പറഞ്ഞ ആ വ്യക്തി ഓടി. എങ്ങോട്ടോടി? സിയുടെ വീട്ടിലോട്ട് ഓടി. തന്റെ സ്നേഹിതനാ. അവനറിയാം എത്ര രാത്രിയായാലും സിയുടെ വീട്ടിൽ ഫുഡ് ഉണ്ട്. സി എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തി ഉദാഹരണം. അതാ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ. എന്റെ വീട്ടിൽ കുറവ് വന്നു, പക്ഷെ എത്ര അർദ്ധരാത്രിക്കും ഏത് സമയത്തും അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു സ്നേഹിതനുണ്ട്. അവന്റെ അവിടെ കുറവില്ല. പക്ഷെ അവന്റെ അവിടെ ചെന്നപ്പോ ആദ്യം നല്ല കാഴ്ച ഒന്നും കിട്ടിയില്ല. നല്ലതല്ല പറഞ്ഞത്, പൈതങ്ങൾ കിടക്കുന്നു, വീട് അടച്ചേക്കുവോ, എങ്ങനാ? അപ്പൊ ഇല്ലാന്ന് വാക്ക് വന്നില്ല. ഇല്ലാന്ന്, എന്റെ വീട്ടിൽ ഇല്ലാന്നല്ല പറഞ്ഞത്, പൈതങ്ങൾ കിടക്കുന്നു, അവരങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. ഇനി ആ എഴുന്നേറ്റ വിഷയമാവും. പക്ഷെ സ്നേഹിതനായതുകൊണ്ട് ഏയ്ക്കറിയാം സി എന്റെ സ്നേഹിതനാ. ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കാം, ഹല്ലേലൂയ. മുട്ടിക്കൊണ്ടിരുന്ന സി വാതിൽ തുറക്കും. നീ ചോദിച്ചാൽ അപ്പുറത്തപ്പം തരുന്നൊരു പിതാവുണ്ടെന്ന ആ ബൈബിൾ ഉപമ പറയുന്നത് ഇന്ന് പകലും ചിലതിനോട് പറയുന്നു, പ്രാർത്ഥിപ്പീ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീ. പ്രാർത്ഥനയിൽ തുടരുക. 2, എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ എന്തുണ്ടായിരിക്കണം?
ജാഗരൂകരായി. ജൽപ്പനം ആകല് നമ്മുടെ പ്രാർത്ഥന. ദൈവമേ എന്നെ കാര്യങ്ങൾ എനിക്ക് ഉണർന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഈ സീസണിൽ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ വീട്ടിൽ എന്താണ് അടിക്കടി ആ വിഷയം വരാൻ കാരണം, ഇതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. പ്രാർത്ഥിച്ച് ഉണർവോടെ പ്രാർത്ഥിക്കണം. അതാ യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നത്. മത്തായി 26 40 41 വായിച്ച്. മത്തായി സുവിശേഷം 26 അധ്യായം 40 41. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരുടെ അടുക്ക് വന്നപ്പോ അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? എന്റെ കൂടെ ഒരു നാഴിക പോലും കുറച്ചു നേരം പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർവോടെ ഉണർന്നിരുന്ന്. അതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വാച്ച്ഫുൾ, വിജിലന്റ് ആയിരിക്കണം. ഈ വലിയ നമ്മുടെ ഇവിടെ സെക്യൂരിറ്റികൾ കണ്ടിട്ടുണ്ട്, അത് അത്ര രീതി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഏരിയകളിലും പ്രധാനപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കുന്ന സെക്യൂരിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാവരും എടുക്കത്തില്ല, ട്രെയിൻ ചെയ്തവരെ എടുക്കത്തുള്ളൂ. അവർ വിജിലന്റാ. കരിയില അനങ്ങിയാൽ അവരറിയും. ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഉറക്കമില്ല, പക്ക സെക്യൂർ ആയിരിക്കും. ഒരു ശബ്ദം മാറിയാൽ, ഒരു ഒച്ച സാധാരണ കേൾക്കുന്നതിനെക്കാട്ടി ഒച്ച കയറിയാൽ, എന്നും കേൾക്കുന്ന വണ്ടിയല്ലാത്ത വേറൊരു ഹോൺ കേട്ടാൽ, ആ പരിസരത്ത് കൂടെ വേറെ ആരെങ്കിലും പോകുന്ന കണ്ടാൽ അവർ വിജിലന്റ് ആയിട്ട് നിൽക്കും. കാരണം അവർ കാവൽക്കാരാ, പക്ഷെ ഉണർന്ന കാവൽക്കാരൻ. ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ പ്രാർത്ഥനയിൽ ഉണർവുള്ള കർത്താവ് യേശു പറയാ, നിങ്ങൾക്ക് ഒരു നാഴിക എന്നെ ഉണർന്ന് പ്രാർത്ഥിച്ചൂടെ? ആ വാക്കാണ് ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവോ ഒരുക്കമുള്ളത്, ജഡം ബലഹീനം. അപ്പൊ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടത് നടപ്പുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥന ഉണർന്ന് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയിൽ തുടരാൻ പറ്റൂ. ഏക്കറിയാം, ഉണർന്ന് പ്രാർത്ഥിച്ചു, ഒരു പ്രാവശ്യം സീ തുറന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും കിടന്ന് ഉറങ്ങിയല്ല, വീണ്ടും പോയി മുട്ടിക്കൊണ്ടിരിക്കും. തനിക്കറിയാം ഇത് നടന്നേ പറ്റൂ, എങ്കിലേ ബീക്ക് എന്തെങ്കിലും കൊടുത്ത് എന്റെ വീട്ടിൽ നിന്ന് വിടാൻ പറ്റത്തുള്ളൂ. ബീക്ക് ആഹാരം വേണം. ഒരു ഉണർവ് പ്രാർത്ഥിക്കുന്ന ഇന്ന് പകൽ ആത്മാവിൽ മനസ്സിലായി, ദൈവം എന്നെ എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായി, ഇരുട്ടിന്റെ പദ്ധതികൾ ഉണ്ടെന്ന് മനസ്സിലായി. ഉണർന്നു പ്രാർത്ഥിക്കണം. നമ്മളിൽ ഈ നാക്കുന്നതിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതെന്തിനാ ഉണർന്ന് പ്രാർത്ഥിക്കും? ഒറ്റ കാര്യം മാത്രം പറയാം. യേശു എന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, ഉണർന്ന് പ്രാർത്ഥി. പിന്നെ പ്രതിയുടെ പ്രതിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഈ അന്തരീക്ഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി എന്റെ കൈ നോക്കിയാലും മതി. ഈ ഒരു അന്തരീക്ഷം നോക്കി, ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണുന്നില്ല. ഇവിടെ ഫാൻ കറങ്ങുന്നു, ലൈറ്റ് കാണുന്നല്ല, ഒന്നും കാണുന്നു. പക്ഷെ നിങ്ങളുടെ ഫോണിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്. ജിയോയുടെ സിഗ്നൽ ഉണ്ട്, BSNL സിഗ്നൽ ഉണ്ട്, VAയുടെ സിഗ്നൽ ഉണ്ട്, എയർടെലിന്റെ സിഗ്നൽ ഉണ്ട്. എല്ലാം എവിടെ ഉണ്ട്? ഈ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടോ? ഇല്ല. പക്ഷെ പിടിച്ചു. എവിടെ പിടിച്ചു? മൊബൈലിൽ പിടിച്ചു. റേഞ്ച് ഇട്ടപ്പോ, ആ സിം ഇട്ടപ്പോ അവൻ കയറി പിടിച്ചു. ഏതിന്റെ ഇടുന്നു അതിന്റെ കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ദുഷ്ടലോകത്തിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന പോലെ ദേശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന പലതും കൺമുമ്പിൽ കാണാൻ പറ്റില്ലെങ്കിലും പലയിടത്തും നിൽക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ഉണർവോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചില പ്രശ്നത്തിന്റെ നമ്മൾ മുമ്പാ കാണുന്നത്, അതിന്റെ പിമ്പി ചില വ്യാപരിക്കുന്നുണ്ട്. അതിനെ ശാസിക്കാൻ തക്കവണ്ണം ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറും. അല്ലെ നമ്മൾ പ്രാർത്ഥിച്ചു അതല്ല, ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അതിന്റെ പിമ്പിലുള്ളത് മനസ്സിലാവും. അതാ ഉണർന്ന് പ്രാർത്ഥിപ്പേ. പ്രാർത്ഥനയിൽ തുടരുക. പ്രാർത്ഥനയിൽ തുടരുക. ഇടപെടാതെ മടുക്കത്തു പോകാതെ പ്രാർത്ഥിക്കണം. അടുത്തത് ഉണർന്ന് പ്രാർത്ഥിക്കണം. അടുത്തൊരു വാക്കോടെ പറഞ്ഞ് പ്രേയറിലേക്ക് കയറിയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? നന്ദിയുള്ള ഹൃദയത്തോടെ, താങ്ക്സ് ഗിവിംഗ്. നന്ദിയുള്ള ഹൃദയത്തോടെ. ഏറ്റവും നല്ല വചനം ഫിലിപ്പിയർ 4:6 വായിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം? ജൽപ്പനമായി മാറല്ലേ, നന്ദിയുള്ള ഹൃദയത്തോടെ താങ്ക്സ് ഗിവിംഗ് പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ഫിലിപ്പിയർ 4:6. ഫിലിപ്പിയർ 4:6. ഒന്നിനെക്കുറിച്ചും
വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ ആയിരിക്കണം? സ്തോത്രത്തോടെ ദൈവത്തോട് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഉണർന്ന് സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ തുടർന്നാൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്തിരിക്കും. വിശുദ്ധ ബൈബിളിലെ ഒരാളുടെ പ്രാർത്ഥന മാത്രം ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പ്രാർത്ഥന. യെശയ്യാവ് 37 നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പശ്ചാത്തലം അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 37:14 ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലം അശ്ശൂർ രാജാവായ സൻഹേരീബ് യഹൂദ ദേശത്തിനെതിരെ യുദ്ധത്തിന് വന്നു, ആക്രമിക്കാൻ വന്നു, ഭീഷണി വന്നു. ആ ഭീഷണി വന്ന് 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ കിടപ്പുണ്ട്. ആ ഭീഷണി വന്നപ്പോ ഭീഷണിയുടെ കത്ത് ആരുടെ കടുക്ക് കിട്ടിയെന്നറിയാം? ഹിസ്കിയാവ് രാജാവിന്റെ കയ്യിൽ കിട്ടി. യെശയ്യാവ് 37:14 ഒന്ന് വായിച്ചേ. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ശ്രദ്ധിച്ചോളാം. അപ്പൊ കിട്ടിയ സംഭവത്തെ ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് താൻ എന്ത് ചെയ്തു? വിടർത്തിയിട്ട് താൻ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്തെന്നറിയാമോ? ശത്രു തനിക്കെതിരെ പോരാട്ടത്തിന് വരിക, വെല്ലുവിളിക്കുക, ദൈവത്തെ നിന്ദിക്കുക, തകർത്ത് കളയുമെന്ന് പറയാ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വെല്ലുവിളിക്കുന്നതിന് മേൽ എങ്ങനെ ഒരു വിഷയം കിട്ടി? ശ്രദ്ധിച്ചോണം. ഒരു വിഷയം കിട്ടിയപ്പോ ദൈവസന്നിധി കൊണ്ടുപോയി അങ്ങ് വിടർത്തി കൊടുത്തു. പ്രശ്നത്തെ എവിടെ കൊണ്ടുവരണം? പറ, എവിടെ കൊണ്ടുവരണം പ്രശ്നത്തെ? ദൈവസന്നിധി കൊണ്ടുവരിക. ഹന്നയ്ക്ക് കുത്തുവാക്കും വേദന കിട്ടിയപ്പോ ഹന്ന എവിടെ കൊണ്ടുവന്നു? ആലയത്തിൽ കൊണ്ടുവച്ചു വിഷയത്തെ. അപ്പൊ ഹിസ്കിയാവിന് പ്രശ്നം വന്നപ്പോ ഭീഷണിയുടെ വാക്കുകളാ. അയ്യോ, അതും കൊണ്ട് നെഞ്ചിത്തടിച്ച് കിടന്ന് കരഞ്ഞു നിലവിളിക്കുകയല്ല, അപ്പന്റെ സന്നദ്ധയിൽ ആലയത്തിൽ കൊണ്ടുവന്ന് ആ വിഷയത്തെ അങ്ങ് വെക്കുക. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങളെ, നിന്റെ വീട്ടിൽ ഭാരപ്പെടുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളെ കർത്താവിന്റെ സന്നദ്ധയിലേക്ക് വെക്കുക. ചെന്ന് കൊണ്ടുപോയി വിടർത്തിയിട്ട് അതിശക്തമായ പ്രാർത്ഥന. എല്ലാരും ശ്രദ്ധിക്കട്ടെ. 15 തൊട്ടൊന്ന് വായിച്ചേ. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. പ്രാർത്ഥിക്കാൻ പറ്റിയ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ. കെരൂബുകളുടെ മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം. അതിന്റെ അർത്ഥം എന്നറിയോ? ദൂതന്മാരാൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ കർത്താവേ, നീ ചിന്തിച്ചാൽ, നീ ചലിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനെ 16 ഒന്നുകൂടെ വായിച്ച്, ബാക്കിലോട്ട് കാണിച്ച് 16ാമത്തെ വചനം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായി കെരൂബുകളുടെ മീതെ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്ക് മീതെ ദൈവം. നീ സകലത്തെയും ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. കണ്ടോ, ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഭയങ്കര ശക്തമേറിയ പ്രാർത്ഥന. ദൈവമേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആരാന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം ആരാ? കെരൂബുകളിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. സകല രാജാക്കന്മാരുടെ മീതെ ഉന്നതനായ ദൈവമാണ്. സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ഇനി താഴോട്ട് 17 തൊട്ട്. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. യഹോവേ, കണ്ണു തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹേരീബിന്റെ വാക്കൊക്കെയും കേൾക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഈ ശത്രുവിന്റെ ഈ വാക്കിനെ നീ കേൾക്കണമേ. യഹോവേ, അശ്ശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി സകലത്തെ നശിപ്പിച്ചു. 20ാമത്തെ തൊട്ട് വായിച്ചോ. 20-21. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയെന്നും ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ. ശക്തമായ പ്രാർത്ഥന. നീ ദൈവമാണെന്നും ഞങ്ങൾ നിങ്ങളുടെ പൈതലാണെന്നും തിരിച്ചറിയത്തക്കവണ്ണം നീ ഞങ്ങളെ രക്ഷിക്കണമേ. കണ്ടോ, ഹൃദയത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ
പ്രതിസന്ധി വന്നപ്പോൾ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ആ വിഷയത്തെ കൊണ്ടുവന്ന വിഷയത്തെ, ആ വാക്കുകളെ അല്ലെങ്കിൽ ആ ലെറ്റർ അങ്ങോട്ട് വിടർത്തി വെച്ച് ദൈവസന്നിധി ശക്തമായ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. 21 ആമോസിന്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട്. ശ്രദ്ധിച്ചേ, ഈ പ്രാർത്ഥന അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ പ്രവാചകനായ യെശയ്യാവിനെ അങ്ങോട്ട് അയക്കുകയാണ്. എന്നിട്ട് ദിനവൃത്താന്ത പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിരുന്ന്, ഹല്ലേലൂയ, ഹിസ്കിയാവും യെശയ്യാ പ്രവാചകനും കൂടെ ചേർന്നിരുന്ന് ആത്മാർത്ഥമായി കരം കോർത്ത് വെച്ച് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ അതിശക്തമായ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. യെശയ്യാവ് 37:36 തിരുവചനം. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു ദൂതൻ അങ്ങോട്ട് അയച്ചു. കെരൂബുകളുടെ മേൽ വസിക്കുന്ന ദൈവം തന്റെ ദൂതന്മാരെ അയച്ചപ്പോൾ രാവിലെ നോക്കിയപ്പോ ലക്ഷക്കണക്കിന് ശത്രു സൈന്യങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടു. ഒറ്റ ദൂതൻ ഇറങ്ങി ചിലതിനെ വെട്ടി മാറ്റി. ഇന്ന് പകൽ പരിശുദ്ധമ പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അദൃശ്യ മണ്ഡലത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്നോടും നിന്റെ കുടുംബത്തോടും വെല്ലുവിളിച്ചു നിൽക്കുന്ന വെല്ലുവിളികളെ അവൻ അവസാനിപ്പിക്കും. ശക്തിയോടെ കരമടിച്ച് അതിന്റെ അർത്ഥം എന്താ? നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ജീവിതത്തിനും നിന്റെ തലമുറയ്ക്കുമെതിരെ ആരൊക്കെ വെല്ലുവിളിച്ച് നിന്റെ ഭാവിക്കെതിരെ നിന്നാലോ നിനക്ക് കിട്ടിയ വിഷയത്തെ ദൈവ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം തന്റെ ദൂതനെ അയക്കും. ഒന്ന്